ആനയുടെ മർമ്മത്തിനെ പറ്റി, ആനയുടെ മർമ്മം മനുഷ്യരുടെ മർമ്മം പോലെ 108 മർമ്മ, 171 108 മർമ്മ. അതിൽ 64 മർമ്മം മനുഷ്യർക്ക് കുലവിദ്യാ മർമ്മം എന്ന് പറയും. എന്ന് കൂടുതൽ ആനയ്ക്കും പ്രയോഗിക്കാമെന്നുള്ള മർമ്മം 64 മർമ്മ. ആ മർമ്മത്തെങ്കില് ഈ ചൂണ്ടി നിർത്താന്നൊക്കെ പറഞ്ഞാൽ കേവലം ചൂണ്ടി നിർത്താനല്ല, വളരെ ചെറിയൊരു പ്രയോഗം കൊണ്ട്, ചൂണ്ടറ കൂടുതൽ പ്രയോഗം കൊണ്ട് ആന നിൽക്കുന്ന അർത്ഥമല്ല. അകലൊന്ന് ചൂണ്ടിയാൽ അങ്ങനെ വയ്യ. അതൊരു അതിശയോക്തി പറയാൻ അർത്ഥമേ ഉള്ളൂ. വലിയ ചെറിയ കോലൊക്കെ ഒന്ന് ചെത്തി നോക്കി അതുകൊണ്ടൊരു കുത്തുത്തിയാൽ ആനയ്ക്ക് വേദനിക്കും ആന ഞെട്ടും ചെയ്യും. അങ്ങനെയുള്ള മർമ്മങ്ങൾ ആനയ്ക്കുണ്ട്. ആ മർമ്മങ്ങള് പക്ഷെ ആന അത് ആ മർമ്മത്തെ പ്രയോഗിക്കാൻ പാടില്ല. അത് ആനയ്ക്ക് ഈ മർമ്മപ്രയോഗം എങ്ങനെ വന്നാലും കാലാന്തരത്തെങ്കിൽ ഒരു കേടായിട്ട് വരും. അപ്പൊ മർമ്മത്തെങ്കിൽ എപ്പോഴും ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ആനയുടെ ഈ പെരുവിരലിന്റെ അവിടെ ഒരു മർമ്മമുണ്ട്. ആ നഖത്തിന്റെ വലിയ പെരുവിരലും ഇതും കൂടിയതിന്റെ ഇടയിൽ അവിടെ ആ മർമ്മത്തെങ്കിൽ മുറിഞ്ഞാൽ ആനയ്ക്ക് ദോഷ. ഈ മർമ്മങ്ങള് അടിക്കാന്നുള്ള മർമ്മമുണ്ട്, മുറിക്കാന്നുള്ള മർമ്മമുണ്ട്, മുറിക്കരുതാത്ത മർമ്മമുണ്ട്, അടിക്കരുതാത്ത മർമ്മമുണ്ട്. അപ്പൊ അടിക്കാന്നുള്ള മർമ്മത്തിൽ അടിക്കാം, മുറിക്കാന്നുള്ള മർമ്മത്തിൽ മുറിക്കാം. അടിക്കാന്നുള്ള മർമ്മത്തിൽ മുറിച്ചാൽ തെറ്റി. ഇപ്പോ അവിടെ ഉള്ള ഒരു മർമ്മത്തെ തിരുവമ്പാടി ആനയുണ്ട്, അതിനവിടെ കേടാ വന്നത്. അവിടെ കേട് വന്നാൽ സാധാരണ ആന ആ കാണിക്കണ കണ്ടാലും അവിടെ കേട്. ആന ഇന്ന വിധത്തിലൊക്കെ കാണിച്ചിട്ടാണ് ആന ചാവുക എന്ന് പറയുന്നത്. അത് ആ ആനനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ പണിക്കരോട് പറഞ്ഞിട്ടുമുണ്ടത് ഇതാണ് ഇതിന് കേട് എന്നാലും. പക്ഷെ അവർക്ക് ഈ മർമ്മത്തിന്റെ ഇതില്ലാത്തത് കൊണ്ട് അവർ പറയുമ്പോൾ അത്ര വില വെച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുണ്ട്. ഈ എണ്ണ കൂടുതൽ ആനയ്ക്ക് കഴുത്തിൽ മർമ്മമുണ്ട്, പുറത്തിരുന്നാൽ പ്രയോഗിക്കാൻ പാകത്തുള്ള മർമ്മങ്ങളുണ്ട്, കോലോണ്ട് പ്രയോഗിക്കാൻ പാകത്തുള്ള മർമ്മങ്ങളുണ്ട്, തോട്ടി വെക്കാൻ പറ്റുന്ന മർമ്മങ്ങളുണ്ട്. അവിടെയൊക്കെ വെച്ച ആന കോച്ചും, സംശയമില്ല. പക്ഷെ അവിടെ തോട്ടി വെക്കാൻ വെച്ചുള്ള ആനക്കാരുണ്ടോ, തോട്ടി കൊണ്ട് എങ്ങനെയാ ഉടക്കാൻ ഇഷ്ടമുണ്ടോ, അതൊക്കെ സംശയം. വർഗവിനാശം നേരിടുന്നതായുള്ള അനവധി മൃഗങ്ങളുണ്ടെന്ന് ലോകത്തിൽ. അനവധി എണ്ണം വർഗവിനാശം കഴിഞ്ഞതുമുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ ലോകത്തിന്റെ ഗതിയിരിക്കുന്നത്. ഈ ആനയ്ക്ക് വർഗവിനാശത്തിനുള്ള കാരണം 2 കൂട്ടാണ്. ഒന്ന്, കാട് പോലെ ആന എന്ന് പറഞ്ഞ ജന്തു നടന്ന് തിന്നണതാണ്. 10, 12, 15 നാഴിയൊക്കെ ഒരു ദിവസം നടന്ന് തിന്നാനാണ്. ഒരു ദിക്കിൽ കൂടി ആനയ്ക്ക് തീറ്റയുണ്ടാവില്ല. അപ്പൊ കാട് മുഴുവൻ വെട്ടിക്കളഞ്ഞു എന്തോ കാരണവശാൽ, മനസ്സിലായോ? അപ്പൊ അവന്റെ തീറ്റയ്ക്ക് ബുദ്ധിമുട്ട് വന്നു. കൊമ്പ, ചില്ല, പുല്ല ഒക്കെ തിന്നണമില്ല. ഒക്കെ തിന്നാൻ ആന ആടിന്റെ കൂടുതലാണ്. കണ്ടതൊക്കെ പൊട്ടിച്ചൊന്ന് വയലിടും. അത് പറ്റണ താഴത്തെ കുറെ അധികം തിന്നും, പറ്റാത്ത താഴ്ച അപ്പോൾ ഉപേക്ഷിക്കും. ഇങ്ങനെയാണ് ആനയുടെ കഥ. അത് ആ വനം ധാരാളം ഉണ്ടോന്ന് നിൽക്കുക, എന്നാൽ ആനയ്ക്ക് ദോഷം വരില്ല. അതുപോലെ തന്നെ വെള്ളം ധാരാളമാണ് ആനയ്ക്ക് കുടിക്കാനും കളിക്കാനും. വെള്ളവും ചളിയുണ്ടായി ആനയ്ക്ക് പിഴവില്ലാത്തതാണ്, അതും വേണം. അത് 2 എണ്ണത്തിനും ഇപ്പം ഇങ്ങനെ ക്ഷാമം തുടങ്ങിയിട്ടുണ്ട്. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൊമ്പിന്റെ ആവശ്യത്തിന് വേണ്ടി കാട്ട് കയറി വെടിയിക്കുക. വലിയ കഷ്ടമാണത്. പക്ഷെ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ആള് കയറി വെടിയിക്കേണ്ട ആരാ തടസ്സം ചെയ്യാൻ പറ്റുക? ആരും കൂട്ടിയാൽ പറ്റില്ല. കുറെ ആളെ അതിന് വരുമ്പോട്ടെന്ന് വെച്ചാൽ അത് ചെയ്യുക, അല്ലാണ്ട് എന്താ ചെയ്യണം? അതിന് തടസ്സം ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഈ വംശവിനാശത്തിനുള്ള കാരണം. അതിന് സാങ്ച്വറി ഉണ്ടാക്കുക, അവിടെ ആളെ കടത്താണ്ടിരിക്കുക. അത് സാങ്ച്വറി പറഞ്ഞാൽ 10 ആഴിയും 15 ആഴിയൊന്നുമല്ല. വലിയ മലകൾ ഒന്നായിട്ട് സാങ്ച്വറി വെക്കുക, അതിന് ഒന്നായിട്ടുള്ള കാവല് ഏർപ്പാടാക്കുക. വള്ളം ധാരാളം ചോലകളുള്ള നിൽക്കാവുക. ഏത് കാലത്തും വേനലിലും വർഷത്തിലും പുഴകളൊക്കെ ഒഴിച്ചു വരണം നിൽക്കുക. എന്നാൽ അവയ്ക്കൊക്കെ ആ സമയം നോക്കി വള്ളം എവിടെയാ നോക്കി തന്നെ പോയി കുടിച്ചോളും. ഇതാണ് ആനയുടെ. അത് വേണ്ടെന്തേ ചെയ്യാതെയാണ് ആനയുടെ വംശവിനാശത്തിന്റെ കാരണം.